أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. السلام عليكم ورحمة الله وبركاته. നൂറുൽ ഖുർആൻ അക്കാദമി സംഘടിപ്പിക്കുന്ന ഇന്നത്തെ തസ്കിയ മജ്ലിസിലേക്ക് എല്ലാ പ്രിയ സഹോദരിമാർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് വിശിഷ്ടാതിഥിയായി എത്തിച്ചേർന്നിട്ടുള്ള തൻസിയ മാമിനെ ബഹുമാനപൂർവ്വം ക്ഷണിച്ചു പോകുന്നു. ഒരു മനുഷ്യന് അതിന്റെ പൂർണ്ണതയിൽ അള്ളാഹുവിന്റെ സമർപ്പിതനായ അടിമയായി തീരാൻ ആവശ്യമായ രീതിയിൽ സൃഷ്ടാവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പരിഗണിച്ചും പരിശീലിപ്പിച്ചും രക്ഷിതാക്കൾ തങ്ങളുടെ സന്താനങ്ങൾക്ക് നൽകുന്ന ഭാരിച്ച ഉത്തരവാദിത്തമാണ് ഇസ്ലാമിക് പാരന്റിംഗ് അഥവാ അള്ളാഹുവിന്റെ കൽപ്പനകൾക്കനുസരിച്ച് ജീവിക്കാൻ കഴിയുകയും അങ്ങനെ മരണാന്തര ജീവിതത്തിൽ സ്വർഗരക്തിക്ക് പ്രാപ്തി നേടുകയും ചെയ്യുന്ന ഒരു മനുഷ്യനെ രൂപപ്പെടുത്തുന്ന പ്രക്രിയയാണ് ഇസ്ലാമിക് പാരന്റിംഗ്. ഇന്ന് നമ്മള് നൂറുൽ ഖുർആൻ അക്കാദമിയുടെ ഇസ്ലാമിക് പാരന്റിംഗ് പ്രോഗ്രാമിലാണുള്ളത്. 6ാം ദിനമാണ്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നമ്മുടെ പ്രതിപാദ്യ വിഷയം ഡെവലപ്പിംഗ് ദം സോഷ്യലി എന്ന വിഷയത്തെ കുറിച്ചിട്ടാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. മക്കളെ അറിയാം, മക്കൾക്കൊപ്പം വളരാം. ഒട്ടും വൈകാതെ നമുക്ക് വിഷയാവതരണത്തിലോട്ട് കടക്കാം. അതിനായി തൻസിഹ മാമിനെ ക്ഷണിച്ചോളൂ. عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الحمد لله. അങ്ങനെ നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോരോ ബിൽഡിംഗ് ബ്ലോക്ക് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നതാണ് അല്ലേ. അപ്പൊ നമ്മുടെ ഈ സീരീസിന്റെ ലാസ്റ്റത്തെ ഫൈനൽ ബ്ലോക്കിലേക്ക് നമ്മൾ പോകുന്നതാണ്. ഫൈനൽ ബിൽഡിംഗ് ബ്ലോക്കിലേക്ക് നമ്മൾ പോകുന്നതാണ്. പക്ഷെ ഒരിക്കലും നിങ്ങൾ വിചാരിക്കാൻ പാടില്ല ഇതാണ് ഒരു കുട്ടിയുടെ സ്വഭാവത്തിന്റെ ഏറ്റവും ലാസ്റ്റത്തെ ഒരു ബിൽഡിംഗ് ബ്ലോക്ക് ഇതാണ്. നിങ്ങൾ ഒരിക്കലും വിചാരിക്കാൻ പാടില്ല. കാരണം ഒരു വലിയൊരു സഹാബി ആവണമെങ്കിൽ അത്രത്തോളം വലിയ വലിയ ബിൽഡിംഗ് ബ്ലോക്ക് ആവശ്യമാണ് അല്ലെ. അപ്പൊ അതേപോലെ നമ്മുടെ ഈ ഉമ്മത്തിന് വേണ്ടിയിട്ടുള്ള വലിയ വലിയ ലീഡേഴ്സിനെയാണ് നമ്മൾ കൊണ്ടുവരുന്നതെങ്കിൽ നമ്മൾ ഇത്ര ചെറിയ ഒരു കുറച്ച് 4-5 ബിൽഡിംഗ് ബ്ലോക്ക് മാത്രമല്ല ആവശ്യം, ഒരുപാട് ബ്ലോക്കുകൾ ആവശ്യമുണ്ട്. ഞാൻ ഈ ബ്ലോക്ക് എന്ന് പറയുന്ന സമയത്ത് മനസ്സിലാക്കുന്നത് ബിൽഡിംഗ് ബ്ലോക്ക് ആണ്. ഓക്കെ, ഒരുപാട് ബ്ലോക്കുകൾ ആവശ്യമുണ്ട്, ജസ്റ്റ് ഇത്ര മാത്രമല്ല. ഓക്കെ, അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാത്തിനും ഒരു അവസാനം വേണം. അപ്പൊ ഇന്നാണ് ഇതിന്റെ അവസാനം എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പം അതായത് നമുക്ക് ഇനിയും ഒരുപാട് ബ്ലോക്കുകൾ വേണമെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതായത് കുട്ടികളിലെ സ്പോർട്സ്, കുട്ടികളുടെ ഹെൽത്ത്, അങ്ങനെ ഓരോരോ ബ്ലോക്ക് ആയിട്ട് ബിൽഡിംഗ് ബ്ലോക്ക് ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, പക്ഷെ എല്ലാത്തിനും ഒരു അവസാനം വേണമല്ലോ. അതുകൊണ്ട് ഞാൻ ഇന്ന് ഇവിടെ ഇത് നിർത്തുന്നതാണ്, ഈ കുട്ടികളിലെ സ്വഭാവം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അതുകൊണ്ട് എന്താണ്, ഇന്ന് നമ്മൾ ഇത് ഇവിടെ നിർത്തുന്നതാണ്. ഇൻഷാ അല്ലാഹ് നാളെ നമ്മൾ കൺക്ലൂഷനിലേക്ക് കടക്കും. ഇതുവരെ ബിൽഡിംഗ് ഇങ്ങനെ ബ്ലോക്ക് തുടർന്നുകൊണ്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നതിൽ നമ്മൾ എന്താക്കുന്നതാണ്, നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നതാണ്. കാരണം ഇതൊരു 7 സീരീസ് ആക്കിയിട്ട് മാത്രമാണ് ചെയ്യുന്നത്. ഓക്കെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫൈനൽ ആയിട്ട് കുട്ടികളുടെ ഇടയിൽ കൊണ്ടുവരുന്നത് സോഷ്യൽ ബ്ലോക്ക് ആണ്. ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ പറയാൻ പോകുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഫൈനൽ ആയിട്ട് കൊണ്ടുവരുന്ന സോഷ്യൽ ബ്ലോക്ക് ആണ്, ബിൽഡിംഗ് ബ്ലോക്ക് ആണ്. പക്ഷേ ഇൻ കേസ് ഇനി ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ടീച്ചേഴ്സ് വേറെയും കുറെ ബിൽഡിംഗ് ബ്ലോക്സും കൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. പക്ഷെ ഞാൻ ഇന്ന് ഇവിടെ ഫൈനൽ ആയിട്ട് പറയാൻ പോകുന്നത് എങ്ങനെയാണ് കുട്ടികളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു സോഷ്യൽ, ആ ഒരു ഇന്ററാക്ഷനെ കൊണ്ടുവന്നതെന്ന് മാത്രമാണ്. എങ്ങനെയാണ് നമുക്ക് കുട്ടികളിൽ ആ ഒരു ഇന്ററാക്ഷൻ കൊണ്ടുവരാന്നുള്ളത് മാത്രമാണ് ഇവിടെ പറയാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ഞാന് ലാസ്റ്റ് ഇത് എടുത്തേന്ന് വിചാരിച്ചാല്, കാരണം ഒരു കുട്ടി അതുവരെ കുട്ടി വീട്ടിന്റെ ഉള്ളില് ആ ഒരു ട്രെയിനിങ് പ്രോസസ്സിലാണ് ഉള്ളത്. വീട്ടിന്റെ ഉള്ളില് നമ്മുടെ കൂടെ ഇരുന്നിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രോസസ്സിലാണ് ഉള്ളത്. അറ്റ് ലാസ്റ്റ് ആ കുട്ടി എവിടത്തേക്ക് പോകണം, സൊസൈറ്റിയിലേക്ക് പോകണം. നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കാൻ കഴിയില്ലല്ലോ. അറ്റ് ലാസ്റ്റ് ആ കുട്ടി സൊസൈറ്റിയിലേക്ക് പോയേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ബിൽഡിംഗ് ബ്ലോക്കിനെ നമ്മൾ എന്താക്കുന്നത്, ലാസ്റ്റ് ആക്കിയിട്ട് മാറ്റിയത്. അതായത് ഇനിയാണ് സൊസൈറ്റി കാണാൻ പോകുന്നത് എന്ത്, ആ കുട്ടിയിലുള്ള
അഖീദ ആയിക്കോട്ടെ, ആ ഒരു ഇബാദത്ത് ആയിക്കോട്ടെ, എല്ലാം ക്ലിയർ ആയിട്ട്, ആ ഒരു ഇമോഷണൽ ബിൽഡിംഗ് ബ്ലോക്ക് ആയിക്കോട്ടെ, എല്ലാം ക്ലിയർ ആയിട്ട് ആ സൊസൈറ്റി കാണാൻ പോകുന്നത് ഈ ഒരു ടൈമാണ്. അതായത് നമ്മൾ 15 വയസ്സ് വരെ നമ്മൾ ആ കുട്ടിയെ ഇങ്ങനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ക ട്രെയിനിങ് പീരീഡ് ആണ് മൊത്തം. ആ ഒരു പ്യൂബർട്ടിയിൽ എത്തുന്നത് വരെ നമ്മൾ ഇങ്ങനെ മാക്സിമം ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇനി നമ്മൾ ആ കുട്ടിയെ വീട്ടിന്റെ പുറത്തോട്ടേക്ക് കൊണ്ടുവരുന്ന സൊസൈറ്റിയിലേക്ക് ഇറക്കാൻ പോകുന്നതാണ്. അപ്പം ഞാൻ ഇനി നിങ്ങളോട് പറയാൻ പോകുന്ന ഓരോ കാര്യങ്ങളും എന്തുണ്ടാവില്ല, വീട്ടിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളല്ല. അതായത് ബെഡ്റൂം കയറുമ്പം സമ്മതം ചോദിക്കുന്നതോ അല്ലെങ്കിൽ സെക്ഷൽ ഡിസയറിന്റെ കാര്യങ്ങളോ ഒന്നും ഇനി പറയാൻ പോകുന്നില്ല. ഇനി ഞാൻ പറയാൻ പോകുന്ന ഓരോ കാര്യങ്ങളും വീട്ടിന്റെ പുറത്ത് സൊസൈറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മളെ മക്കളെ വീട്ടിന്റെ ഉള്ളിന്ന്, വീട്ടിന്റെയും പുറത്തുനിന്ന് നമ്മൾ എവിടത്തേക്ക് കൊണ്ടുപോകുന്നതാണ്? സൊസൈറ്റിയിലേക്ക് നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. അപ്പം ഈ ഒരു ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന്റെ മുന്നായിട്ട് എനിക്ക് പറയാനുള്ള ഒരു 3 കാര്യങ്ങൾ എന്താന്ന് വെച്ചാല്, ഞാൻ ഇവിടെ പറയാൻ പോകുന്ന ഓരോ കാര്യങ്ങൾ, ഇത് ഓൾറെഡി ഫസ്റ്റ് പറയേണ്ട ഒരു കാര്യമായിരുന്നു, പക്ഷെ ഇപ്പം പറയാം. ഞാൻ ഈ പറയാൻ പോകുന്ന ഏത് കാര്യമായാലും അത് എന്റെ ഒരു ചിന്തയിലും എന്റെ മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ഒരു ഗ്യാപ്പ് നിങ്ങൾക്ക് വിട്ടിട്ടാണ് ഞാൻ ഇൻഷാല്ല പോകാൻ പോകുന്നത്. അതായത് എന്തുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല? ഞാൻ പറയുന്നതാണ് ഫുൾ കംപ്ലീറ്റ് എന്ന് ഒരിക്കലും വിചാരിക്കരുത്. നിങ്ങൾ നിങ്ങളതായ റിസർച്ച് നടത്തുക, നിങ്ങൾ നിങ്ങളതായ വായന കൊണ്ടുവരിക. എന്തൊക്കെ ഇപ്പൊ ഒരു ഹദീസ് കേട്ടിട്ടുണ്ടെങ്കിൽ, ഓക്കെ ഇത് എനിക്കറിയുന്ന ഹദീസാണ്, ഓക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഫേമസ് ഹദീസാണ്, പക്ഷെ ആ ഹദീസിൽ എനിക്ക് എന്ത് മനസ്സിലായി, എന്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് പഠിപ്പിച്ചു തരുന്നത്, എനിക്ക് മനസ്സിലാക്കി തരുന്നത് മനസ്സിലാക്കുക. കാരണം ഞാൻ ഈ പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും അത് എന്റെ ചിന്തയിലും എനിക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ മാത്രമാണ്. ചിലപ്പോൾ നിങ്ങൾ അതിൽ ഡിസഗ്രി ചെയ്തേക്കാം. ഓക്കെ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്തിട്ട് മുന്നോട്ട് പോവാം. പക്ഷെ നിങ്ങൾ നിങ്ങളതായ റിസർച്ചും നിങ്ങൾ നിങ്ങളതായ പഠനവും കൊണ്ടുവന്നാൽ മാത്രമേ നമ്മളെ മക്കളിലേക്ക് നമുക്ക് എന്തെങ്കിലും കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇൻഷാല്ലാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുകൊണ്ടാണ് ഈ സോഷ്യൽ ബിൽഡിംഗ് ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യണം എന്ന് പറയുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇസ്ലാം എന്ന് പറയുന്നത് ഒരിക്കലും ഒറ്റക്ക് നിൽക്കുന്ന ഒരു സംഭവമല്ല. ആരുമായിട്ട് സംസാരിക്കാതെ വീട്ടിന്റെ ഉള്ളിൽ തന്നെ ഫുള്ള് ദീന് നിസ്കാരം, നോമ്പ്, സക്കാത്ത് അങ്ങനെ നിൽക്കുന്ന ഒരു സംഭവമല്ല ഇസ്ലാം എന്ന് പറഞ്ഞാല്. ഇസ്ലാം എന്ന് പറഞ്ഞാല് അങ്ങോട്ടും ഇങ്ങോട്ടും, ഈ ദീൻ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക, ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യുക, ഇതാണ് ദീൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്, നിങ്ങൾ എന്നോട് സംസാരിക്കുന്നുണ്ട്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഫുൾ ഓഫ് ഇന്ററാക്ഷൻ ആണ് ദീൻ എന്ന് പറഞ്ഞാൽ. അതായത് വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുക എന്നുള്ളത് അങ്ങനത്തെ ഒരു പരിപാടിയില്ല. കാരണം നമുക്ക് ഹദീസിൽ കാണാൻ പറ്റും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നെക്സ്റ്റ് സ്ലൈഡ് ആണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ആരാണോ സൊസൈറ്റിയിലേക്ക് ഇറങ്ങുന്നത്, ഓക്കെ ഒരു വിശ്വാസി സൊസൈറ്റിയിലേക്ക് ഇറങ്ങിയിട്ട് ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് അവരിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നം വരുമ്പം അത് സമാധാനത്തോടെ നമുക്ക് ക്ഷമിച്ചിട്ട് നിൽക്കുകയും, അവരാണ് ഏറ്റവും ബെറ്റർ സൊസൈറ്റി ആയിട്ട് ഇന്ററാക്ട് ചെയ്യാത്ത ആൾക്കാരെക്കാളും. അതായത് ഇപ്പൊ ഒരാൾ വീട്ടിന്റെ ഉള്ളിൽ തന്നെ നിന്നിട്ട് ഫുള്ള് ദീനും പുറത്തേക്ക് ഇറങ്ങലേ ഇല്ല, നേരെ മറിച്ച് ഒരാൾ എല്ലാം പഠിക്കുന്നുണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്, അയാളാണ് ഏറ്റവും ബെറ്റർ എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഒരിക്കലും വിചാരിക്കേണ്ട ആൾക്കാരായിട്ട് തീരെ ഒരു ഇതില്ലാത്ത അങ്ങനത്തെ ഒരു നമ്മൾ നിൽക്കാൻ പാടില്ല. ആവശ്യത്തിനുള്ള ഒരു ഇന്ററാക്ഷൻ നിർബന്ധമാണ്, ഓവർ ആവാൻ പാടില്ല, പക്ഷെ ആവശ്യത്തിനുള്ള ഇന്ററാക്ഷൻ അത് നിർബന്ധമാണ്. ഇതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പം എങ്ങനെയായിരിക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളിൽ ഈ ഒരു സ്വഭാവം കൊണ്ടുവന്നിട്ടുണ്ടാവുക? ഫസ്റ്റ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളിൽ കൊണ്ടുവന്നത് എന്താന്ന് വെച്ചാല് സലാം പറയാൻ വേണ്ടി പറഞ്ഞിട്ടാണ്. അതായത് സലാം പറഞ്ഞ് കൈ കൊടുക്കുക എന്നുള്ള രീതിയിൽ, അങ്ങനെയാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്, കുട്ടികളെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് എങ്ങനെയാണ് സൊസൈറ്റി ആയിട്ട് ഇന്ററാക്ട് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ. അതായത് പണ്ട് സഹാബാക്കളൊക്കെ ഏത് സമയവും ഏത് മൊമെന്റും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടാല് സലാം പറഞ്ഞുകൊണ്ടിരിക്കും എന്നാ പറയുന്നത്. കാരണം അതായിരുന്നു അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ കണ്ടത്, അതായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തത്. ശരിക്കും ആ ഒരു സമയത്ത് നടന്നത് എന്താന്ന് വെച്ചാൽ, എത്രത്തോളം സലാം പറയുന്നുണ്ടെന്ന് വിചാരിച്ചാല്, ഇപ്പൊ ഒരു സഹാബി വേറൊരു സഹാബിനെ കണ്ടുമുട്ടി, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുത്തിട്ട് സലാം പറഞ്ഞു, എന്നിട്ട് അവർ രണ്ടാളും കൈയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ നടന്നുകൊണ്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു മരം ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പം ഒരു സഹാബി മരത്തിന്റെ ഇപ്പുറത്തൈലൂട്ടിയും മറ്റേ സഹാബി മരത്തിന്റെ അപ്പുറത്തൈലൂട്ടി ഇങ്ങനെ പോകുമ്പോൾ ജസ്റ്റ് ഒരു 2 സെക്കൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാണ്ടാവുന്നില്ലേ, എന്നിട്ട് പിന്നെയും കണ്ടുമുട്ടുമല്ലോ. ആ ഒരു കണ്ടുമുട്ടുന്ന സമയം അവർ വീണ്ടും സലാം പറയും എന്നാ പറയുന്നത്.
അത്രത്തോളമായിരുന്നു അവർ സലാം സലാം ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇതായിരുന്നു ഫസ്റ്റ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളിൽ ട്രെയിൻ ചെയ്യിപ്പിച്ചത് സലാം പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മനസ്സിലാക്കുക, അനസ് റളിയല്ലാഹു അൻഹു കുട്ടിയാണ്, വലിയ സഹാബി ആയിട്ടില്ല, ചെറിയ കുട്ടിയാണ്. അതായത് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഞാന് കുറെ കുട്ടികളുമായിട്ട് ഗ്രൗണ്ടിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നായിരുന്നു. ഓക്കെ, അപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നടന്നിട്ട് വരുന്നുണ്ടായിരുന്നു. അതായത് കുട്ടികൾ ഗ്രൗണ്ട്, ആ ഒരു സീനൊക്കെ ആലോചിക്കുക, ക്യാമറയിൽ നമ്മളിങ്ങനെ കണ്ടോണ്ടിരിക്കുക, കുട്ടികൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അനസ് റളിയല്ലാഹു അൻഹു ഉണ്ട്, എല്ലാ കുട്ടികളും ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നടന്നുകൊണ്ട് വരുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നടന്നുകൊണ്ട് വരുന്ന സമയത്ത് ആ ഒരു സമയം ആലോചിക്കണേ, കുട്ടികൾ ആ സമയത്ത് ഫുൾ ഫോക്കസ്ഡ് ആണ്. ഇപ്പൊ ഫുട്ബോൾ ആണ് എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ ഫുട്ബോൾ കുട്ടികൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫുൾ ഫോക്കസ് ആയിരുന്നു അതിലേക്ക്. ആ ഒരു കളിയിലായിരിക്കുമല്ലോ കുട്ടികൾ ഫുൾ ഫോക്കസ് ആയിട്ടുണ്ടാവുക. എന്നിട്ട് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷൗട്ട് ചെയ്യുന്നുണ്ടാവും, ചിരിക്കുന്നുണ്ടാവും, ടീഷർട്ടൊക്കെ ഭയങ്കര വേർത്തിട്ട് ഇതായിട്ടുണ്ടാവും. അങ്ങനെ അത്രയും സീരിയസ് ആയിട്ടായിരിക്കും കുട്ടികൾ കളിക്കുന്നുണ്ടാവുക. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നടന്നുകൊണ്ട് വന്നിട്ട് അവിടെ നിന്ന് പറയുന്നുണ്ട് കുട്ടികളോട്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആ സമയത്ത് കുട്ടികൾ എന്ത് പറയണം അവിടുന്ന്? വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നുള്ളത്. കാരണം അവർ അത്രത്തോളം, ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്ന എന്താന്ന് വെച്ചാല്, എത്ര സീരിയസ് ആയ കാര്യമായാലും സലാം പറഞ്ഞാൽ അത് മടക്കാനുള്ള ആ ഒരു സെക്കൻഡ് ടൈം അവിടെ കൊടുക്കണം എന്നുള്ളത്. അവർ അത്രയും സീരിയസ് ആയ ഒരു പ്ലേയിങ്ങിലുള്ളത്, കുട്ടികൾക്ക് കളിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സീരിയസ് ആയ കാര്യം. അപ്പം ആ ഒരു സമയത്ത് വരെ എത്ര ബിസി സമയമായാലും അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം പറയുമ്പം കുട്ടികൾ ഇങ്ങോട്ട് മടക്കിയിട്ടുണ്ടായിരുന്നു. വേറൊരു കാര്യം ഇവിടെ ശ്രദ്ധിച്ചാൽ, ശരിക്കും നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് നമ്മൾ പൊതുവെ പഠിച്ചത് എന്താണ്? ചെറിയ കുട്ടികളാണ് വലിയ ആൾക്കാരോട് സലാം പറയാൻ വേണ്ടിയിട്ട് തുടങ്ങേണ്ടതെന്നാണ് അല്ലെ? നമ്മൾ അങ്ങനെ ആയിരിക്കുമല്ലോ പൊതുവെ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആ ഗ്രൂപ്പ് ഓഫ് കുട്ടികളിൽ സലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം എന്താ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കുട്ടികളെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതായിരുന്നു. കാരണം ഇവിടെ നമ്മൾ എന്ത് നോക്കരുത്, ആർക്കാണ് ഏറ്റവും കൂടുതൽ വയസ്സ്, ആ വയസ്സ് ഏറ്റവും കൂടുതൽ വയസ്സുള്ള ആൾ, ഏറ്റവും വയസ്സ് കുറഞ്ഞ ആൾക്കാർ ആദ്യം സലാം പറയട്ടെ, അങ്ങനെയല്ല. കുട്ടികളെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതായിരുന്നു. അതായത് നീയാണ് ആദ്യം സലാം പറയണോണ്ട് നീ എന്നോട് ആദ്യം സലാം പറ, അങ്ങനെ പറയാതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ കുട്ടികളിലും ആ ഒരു ട്രെയിനിങ് പീരീഡ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് അനസ് റളിയല്ലാഹു അൻഹു വലുതായതിനു ശേഷം, ആലോചിക്കണേ, അനസ് റളിയല്ലാഹു അൻഹു മരിക്കുന്നത് എപ്പോഴാണ്? 103-ാമത്തെ വയസ്സിലാണ്. അത്രയും വർഷം വരെ അനസ് റളിയല്ലാഹു അൻഹു ഏത് ഗ്രൂപ്പ് ഓഫ് കുട്ടികളെ കണ്ടാലും അനസ് റളിയല്ലാഹു അൻഹു ആ കുട്ടികളോട് സലാം പറയുമായിരുന്നു. എന്നിട്ട് ബാക്കി സഹാബാക്കൾ ചോദിക്കുമായിരുന്നു, ഇതെന്തിനാ ഇങ്ങനെ എന്നും കുട്ടികളെ കാണുമ്പോൾ ഇങ്ങനെ സലാം പറയുന്നതെന്നുള്ളത്. ആ സമയത്ത് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത്. അപ്പം ഏത് ഗ്രൂപ്പ് ഓഫ് കുട്ടികളെ കണ്ടാലും അങ്ങോട്ട് പോയിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അത് കണ്ട് കഴിഞ്ഞാൽ അവർക്കും ഓട്ടോമാറ്റിക് ആയിട്ട് അതായിരുന്നു അനസ് റളിയല്ലാഹു അൻഹു ലൈഫിലേക്ക് കൊണ്ടുവന്നത്. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നതാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ കയറുന്ന സമയത്ത് സലാം പറയണം എന്നുള്ളത്. ഇവിടെ മനസ്സിലാക്കണേ, അനസ് റളിയല്ലാഹു അൻഹു ഓൾറെഡി താമസിക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വീട്ടിലാണ്. ജസ്റ്റ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതി, വീട്ടിന്റെ ഉള്ളിൽ കയറുമ്പോൾ എന്നോട് നീ സലാം പറയണം എന്നുള്ളത്, അല്ലെങ്കിൽ വീട്ടിൽ എല്ലാവരോടും സലാം പറയണം എന്നുള്ളത്. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഓരോ വാക്കും റെക്കോർഡഡ് ആണ്. അപ്പം ഞാൻ ഈ പറയാൻ പോകുന്നത് ലോക അവസാനം വരെയുള്ള എല്ലാ കുട്ടികൾക്കുമുള്ള ഒരു ലെസൺ ആണ് എന്നുള്ളത്. അപ്പൊ നമ്മുടെ മക്കളിനെ പഠിപ്പിക്കുന്നില്ലെങ്കിൽ ട്രെയിൻ ചെയ്തിട്ട് കാണിച്ചു കൊടുക്കുക. നമ്മൾ വീട്ടിന്റെ ഉള്ളിൽ കയറി വരുന്ന സമയത്ത് അസ്സലാമു അലൈക്കും എന്ന് ഒച്ചത്തിൽ പറഞ്ഞിട്ട്, അത് ഓട്ടോമാറ്റിക് ആയിട്ട് ചെറിയ കുട്ടികൾ മുതൽ അത് ശീലാക്കിയിട്ട് മാറിക്കോളും. ഒരിക്കലും കുട്ടികൾ എന്ത് പഠിപ്പിക്കുന്നത്, വീട്ടിൽ കയറിയ ഉടനെ വിശക്കുന്ന വെള്ളം അങ്ങനത്തെ ഒന്നും പറയുന്നതിന്റെ മുന്നായിട്ട് കുട്ടികളെ ശരിക്കും പഠിപ്പിക്കുക. എന്ത്? വീട്ടിന്റെ ഉള്ളിൽ കയറി വരും ആദ്യം സലാം പറഞ്ഞിട്ട് മാത്രമേ ബാക്കി എന്തും പറയാൻ പാടുള്ളൂ എന്നുള്ളത്. അപ്പം ഈ ഒരു കാര്യം നമ്മൾ നമ്മുടെ മക്കളിലേക്ക് കൊണ്ടുവരാം. അടുത്തതെന്ന് പറഞ്ഞാല് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആര് വിളിച്ചാലും ആരെ വിസിറ്റ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിലും ഈ കുട്ടികളെ ഒന്നിച്ചു കൂട്ടുമായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല, നമ്മള് കഴിഞ്ഞ സെഷനിൽ നമ്മളൊരു സ്റ്റോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പംകിന്റെ സ്റ്റോറി. ഒരു ഒരു ചെറിയ ഒരു ടൈലറിനെ കാണാൻ വേണ്ടിയിട്ട് ആ ഒരു ടൈലറിന്റെ വീട്ടിൽ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് അപ്പം സൈഡിൽ ആരാ ഉള്ളത്? അനസ് റളിയല്ലാഹു അൻഹു ആണ് കൂടെ ഉള്ളത്.
ഓക്കെ. അപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ പോകുന്നുണ്ടെങ്കിലും കൂടെ അധികവും കുട്ടികളെ കൂട്ടാൻ വേണ്ടിയിട്ട് നോക്കുമായിരുന്നു. എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? കാരണം അവർ സൊസൈറ്റിയുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കുട്ടീനെ വീട്ടിൽ തന്നെ ഇരുത്തിയാൽ അവർ ബാക്കി സൊസൈറ്റിയായിട്ട് ഇന്ററാക്ട് ചെയ്യും? ഇല്ല. കുട്ടികളെ പുറത്തേക്ക് ഇറക്കിയിട്ട് പോകുന്ന സ്ഥലത്തൊക്കെ കൂട്ടിക്കൊണ്ടുപോകുന്നത് അവർ സൊസൈറ്റിയുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ്. വേറൊന്നിലും നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കല് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വേറൊരു സെർവന്റ് ആയിരുന്നു, ഒരു ജൂത കുട്ടി ഉണ്ടായിരുന്നു. ആ ഒരു ജൂത കുട്ടിക്ക് സുഖമില്ലാണ്ടായപ്പം കാണാൻ വേണ്ടിട്ട് പോകുന്നുണ്ട്. ഓക്കെ, കാണാൻ വേണ്ടി പോകുന്നുണ്ട്. എന്നിട്ട് ആ കുട്ടിന്റെ അടുത്തേക്ക് ഇരിക്കുന്നുണ്ട്. ഇതാണ് ഹദീസ് എന്ന് പറയുന്നത്. ആ കുട്ടിന്റെ അടുത്തേക്ക് ഇരിക്കുന്നുണ്ട്, ഇസ്ലാം മതം സ്വീകരിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ആ കുട്ടിന്റെ ഉപ്പാനെ നോക്കുന്നുണ്ട്. എന്നിട്ട് ഉപ്പ പറയുന്നുണ്ട്, എന്താണോ പറയുന്നത് അത് അനുസരിക്കുന്നു പറയുന്നുണ്ട്. അങ്ങനെ ഈ ജൂതക്കുട്ടി എന്താണ് ഇസ്ലാം മതം സ്വീകരിക്കുന്നുണ്ട്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പോകുന്നുണ്ട്, ദുആ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. ഇതാണ് സീൻ. ഓക്കെ. ഇനി ജസ്റ്റ് നമ്മൾ ശരിക്കും ഡീപ്പായിട്ടൊന്ന് അതിലേക്ക് നോക്കിയാട്ടെ. ഈ കുട്ടീനെ കാണാൻ വേണ്ടിട്ട് പോകുമ്പം കൂടെ ആരാ ഉണ്ടായത്? അനസ് റളിയല്ലാഹു അൻഹു. അനസ് റളിയല്ലാഹു അൻഹു കുട്ടിയാണ്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു കുട്ടിയാണ് സുഖമില്ലാത്ത ആൾക്കാരെ കാണാൻ വേണ്ടിട്ട് പോയത്. റസൂൽ സല്ലല്ലാഹു കൂട്ടിയിട്ട് പോയത് ഒരു കുട്ടീനെയാണ്. ഓക്കെ. ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് നേരം അവിടെ ഇരുന്നിട്ടുണ്ടോ? ഇല്ല. ദുആ ചെയ്യേണ്ടതൊക്കെ ദുആ ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് വേഗം അവിടുന്ന് പോയി എന്നാ പറയുന്നത്. ഇതിങ്ങനെ കാണുമ്പം അനസ് എന്ന് പറഞ്ഞ ഈ ഒരു കുട്ടി എന്തൊക്കെയാ ഇവിടുന്ന് പഠിക്കുന്നുണ്ടാവുക? ഒന്നാമത്തെ കാര്യം, ഒരാളെ വിസിറ്റ് ചെയ്യാൻ പോവാന്നുള്ളത് നല്ലൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, സുഖമില്ലാത്ത ആൾക്കാരെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവണം. അത് മാത്രല്ല, എത്രയും പെട്ടെന്ന് സുഖമില്ലാത്ത ആൾക്കാരുടെ അടുത്ത് പോയിട്ട് ഒരുപാട് നേരം അവിടെ നിന്നിട്ട് ഒരു 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 പ്രഷർ കൊടുക്കാതെ, വേണ്ടാത്ത കാര്യങ്ങൾ സംസാരിച്ച് പ്രഷർ കൊടുക്കാതെ വേഗം അവിടുന്ന് പോവുക, ദുആ ചെയ്തിട്ട് അവിടുന്ന് പോവുക എന്നുള്ളതാണ്. ഇവിടെ നമുക്കെന്താ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്? നമ്മൾക്ക് സുഖമില്ലാത്ത ഒരാളെ കാണാൻ വേണ്ടി പോകുമ്പോൾ നമ്മളും നമ്മളെ കുട്ടികളെ കൂട്ടിയിട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. പൊതുവേ ആൾക്കാര് നമ്മള് പാരന്റ് ചെയ്യാന്ന് വിചാരിച്ചാല്, കുട്ടികള് വരുന്നെന്ന് പറയുമ്പോ നമ്മൾ എന്താ പറയാ, നമ്മളെ സുഖമില്ലാത്ത ആൾക്കാരെ കാണാൻ പോകുന്നത്, നീ ഇവിടെ നിൽക്കുന്ന് പറയും. നീ എന്തിനാ അവിടെ വന്നിട്ട് എന്താക്കുന്നേ? കല്യാണത്തിനാണെങ്കിൽ നമ്മളെ കൂട്ടിയിട്ട് പോകും. പക്ഷെ സുഖമില്ലാത്ത ഒരാളെ കാണാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മള് കൂട്ടിയിട്ട് പോകില്ല. രണ്ടാമത്തെ കാര്യം, ഇൻ കേസ് നമ്മള് സുഖമില്ലാത്ത ഒരാളെ കാണാൻ വേണ്ടി പോകും കുട്ടികളെ കൂട്ടുന്നുണ്ടെങ്കിൽ ഒരുപാട് നേരം അവിടെ ഇരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം ആ കുട്ടിക്ക് ബോറടിക്കാൻ തുടങ്ങും. പിന്നെ സുഖമില്ലാത്ത ഒരാളെ കാണാൻ വേണ്ടി വിളിച്ചാല് ആ കുട്ടി വരൂല. ഒരുപാട് നേരം അവിടെ ഇരുന്ന് ഇതാക്കി ആ കുട്ടി എന്താ അവിടെ നിന്ന് ചെയ്യണ്ടേ? ഇപ്പൊ ഇതിൽ ഈ ഒരു ഹദീസിനെ തന്നെ നോക്കിയാൽ മതി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പോയി, കുട്ടീനെ കണ്ടു, കാര്യങ്ങൾ പറഞ്ഞു, ദുആ ചെയ്തു, അവിടുന്ന് പോയി. അത്രയും കുറച്ചു സമയം മാത്രം. അപ്പൊ മനസ്സിലുള്ളവൻ അവിടെ ബോറടിച്ചിട്ടില്ല, ഇങ്ങനെ ഒരുപാട് നേരം ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ കുട്ടീനെ കൂട്ടിയിട്ടാണ് നമ്മൾ സുഖമില്ലാത്ത ഒരാളെ കാണാൻ പോകുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് ദുആ ചെയ്യുക, കാര്യങ്ങൾ ചെയ്യുന്നിട്ട് വേഗം അവിടത്തേക്ക് ഇറങ്ങുക. കാരണം ആ കുട്ടിക്ക് ഒരു ബോറടിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവാൻ പാടില്ല. അപ്പം ആ കുട്ടിയും പഠിക്കും, ഓക്കെ, സുഖമില്ലാത്ത ആളെ കാണാൻ പോക്ക് ഒരു നല്ല കാര്യമാണെന്നുള്ളതൊക്കെ ആ കുട്ടിക്കും ഓട്ടോമാറ്റിക് ആയിട്ട് അത് മനസ്സിലാക്കാൻ വേണ്ടി തുടങ്ങും. ഇല്ലെങ്കിൽ എന്താ, നമ്മുടെ കുട്ടീനെയും കൂട്ടി സുഖമില്ലാത്ത ആളെ വീട്ടിൽ കൊണ്ടുപോയി എന്നിട്ട് കുറെ നേരം അവിടെ ഇങ്ങനെ ഇരുന്ന് ലാസ്റ്റ് ആ കുട്ടി പറയും, ഞാൻ ഇനി വരൂലേ, ബോറടിക്കുന്നെന്ന് പറയും. അപ്പം ഇതൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ആ ഒരു ഹിക്മത്താണ്. എന്താ, കുട്ടികളെയും കൂട്ടിയിട്ടാണ് പോകുന്നത്. ഒന്നാമത് കുട്ടികളെ കൂട്ടിയിട്ട് പോവുക എന്നുള്ളത്. രണ്ടാമത് കുട്ടികളെയും കൂട്ടിയിട്ട് പോകുന്ന സമയത്ത് ഒരുപാട് നേരം അവിടെ ഇരിക്കാതെ വേഗം അവിടെ നിന്ന് പോകുക എന്നുള്ളതാണ്. ഓക്കെ. ഇങ്ങനെയാണ് സൊസൈറ്റി ആയിട്ട് ഇന്ററാക്ട് ചെയ്യാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മെല്ലണ ആ ഒരു ബിൽഡിംഗ് ബ്ലോക്ക് ചെയ്തുകൊണ്ടിരുന്നത്. വേറൊരു സ്റ്റോറി എന്ന് പറയുന്നാല്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കോൺഫിഡന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്, ഒരു സെൽഫ് കോൺഫിഡന്റ്. അതായത് ഒരിക്കല് അബ്ദുല്ല ഇബ്നു ഉമർ, അതായത് ഉമർ റളിയല്ലാഹുവിന്റെ മകൻ, ഇങ്ങനെ ഒരു സ്റ്റോറി പറയുന്നുണ്ട്. അതായത് നമ്മൾ എല്ലാവരും ഒന്നിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നതായിരുന്നു. ആ ഒരു ഗ്രൂപ്പില് അബൂബക്കർ റളിയല്ലാഹു ഉണ്ട്, ഉമർ റളിയല്ലാഹു ഉണ്ട്, വലിയ വലിയ സഹാബാക്കളുണ്ട്, ഈ കുട്ടിയുമുണ്ട്. അബ്ദുല്ല ഇബ്നു ഉമർ എന്ന് പറയുന്ന ഈ ഒരു കുട്ടിയുണ്ട്. ചെറിയ കുട്ടിയാണ്, വലിയ സഹാബി ആയിട്ടുള്ള ആ സമയത്തുള്ള ചെറിയ കുട്ടിയാണ്. അപ്പൊ ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ക്വിസ് നടത്തി. അപ്പൊ ഇത് നമുക്ക് എന്താ മനസ്സിലായി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ക്വിസ് നടത്താറുണ്ടായിരുന്നു എന്നുള്ളത്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അധികവും ഒരു കാര്യം അത് ചെയ്യണം ഇത് ചെയ്യണം, ഒരു കാര്യം മനസ്സിലാക്കണമെങ്കിൽ വേഗം പോയിട്ട് പറയാതെ അധികവും ചോദ്യം ചോദിച്ചിട്ടായിരുന്നു അവർക്ക് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ. കാരണം അതിൽ കുട്ടികളും ഉണ്ട്, കുട്ടികൾക്ക് ഭയങ്കര ആവേശമായിരിക്കുമല്ലോ ക്വിസ് ഒക്കെ കേൾക്കുന്ന സമയത്ത്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചോദ്യം ചോദിച്ചു, ഒരു മുസ്ലിമുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു മരത്തിന്റെ പേര് പറ എന്ന് പറഞ്ഞു. അതായത് അതിന്റെ ഇലകൾ ഒരിക്കലും താഴേക്ക് വീഴൂല, അത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഫ്രൂട്ട്സ് തന്നുകൊണ്ടിരിക്കും എന്നുള്ളത്. അപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അതേത് മരാണെന്ന് ചോദിച്ചു. അപ്പൊ എന്താ, ഈ അബ്ദുല്ല ഇബ്നു ഉമർ എന്ന് പറഞ്ഞ ഈ ഒരു കുട്ടിക്ക് അതിന്റെ ഉത്തരം അറിയാമായിരുന്നു. ഓക്കെ. അത്
ഈത്തപ്പന മരത്തിന്റെ ആ ഒരു മരാണെന്ന് ഈ കുട്ടിക്ക് അറിയായിരുന്നു. പക്ഷെ ബാക്കി ആരും മിണ്ടാതിരുന്നത് കൊണ്ട് ഈ കുട്ടി പറഞ്ഞില്ല. എന്നിട്ട് ലാസ്റ്റ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതാണ് ഈ മരാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടുള്ള സീനാണ് നമ്മൾ നോക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു അൻഹും ഈ മകനും, ഉപ്പയും മകനും ഇങ്ങനെ നടന്നിട്ട് പോകുന്ന സമയത്ത് ഈ കുട്ടി ഉപ്പാനോട് പറയുന്നുണ്ട്, ഉമർ റളിയല്ലാഹു പറയുന്നുണ്ട്, യാ അബി, എനിക്ക് അറിയായിരുന്നു ഇതാണ് ഇതിന്റെ ഉത്തരം എന്നുള്ളത്. അപ്പൊ ഉമർ റളിയല്ലാഹു ചോദിക്കുന്നുണ്ട്, പിന്നെ എന്തേ നീ പറയാതിരുന്നത് എന്നുള്ളത്, നീ എന്തുകൊണ്ട് ഉത്തരം പറയാതിരുന്നത് എന്നുള്ളത്. അപ്പം ഈ കുട്ടി പറയുന്നുണ്ട്, അബ്ദുല്ല ഇബ്നു ഉമർ റളിയല്ലാഹു പറയുന്നുണ്ട്, ഞാന് അബൂബക്കർ റളിയല്ലാഹുവിനെ നോക്കിയപ്പം ഒന്നും മിണ്ടുന്നില്ല, ഉപ്പയാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല, ഇത്രയും വലിയ വലിയ സഹാബാക്കൾ ഒന്നും മിണ്ടാതിരിക്കും, പിന്നെ ഞാൻ എങ്ങനെ എന്റെ ഉത്തരം പറയാന്നുള്ളത്. ആ സമയത്ത് ഉമർ റളിയല്ലാഹു പറയുന്നുണ്ട്, നീ ആ സമയത്ത് ഉത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായിരിക്കും എനിക്ക് ഈ ദുനിയാവിൽ ഏത് സംഭവത്തിനേക്കാളും ഏറ്റവും വിലപിടിപ്പുള്ള സാധനം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ അത് പറഞ്ഞ കാരണം, ഞാൻ ഭയങ്കര, എന്റെ മോന് ഭയങ്കരാണ്, ഇത് എന്റെ മോനാണ്, എ ഗ്രേഡ്, ആ ഒരു ഫീലിംഗിന് വേണ്ടിയിട്ടല്ല. കാരണം ആ കുട്ടിയില് എത്ര വലിയ സദസ്സായാലും അവനക്ക് ആ ഉത്തരം ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് തുറന്ന് പറയണം എന്നുള്ള ആ ഒരു സെൽഫ് കോൺഫിഡന്റ് ആണ് അവിടെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്നത്. വേറൊരു സ്റ്റോറി നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഒരിക്കലും ഉമർ റളിയല്ലാഹു അൻഹു ഒരു ഖുർആനിന്റെ ഒരു ആയത്ത് വെച്ചിട്ട് ഇതിന്റെ തഫ്സീർ എന്താണ്, ഇതിനെ പറ്റി നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത് ചോദിക്കുന്നതാണ്. ഉമർ റളിയല്ലാഹു അൻഹു അമീറുൽ മുഅ്മിനീനാണ്. അപ്പം ബാക്കി വലിയ വലിയ സഹാബാക്കളൊക്കെ ഇങ്ങനെ ഇതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതില് ഒരു കുട്ടി, അതായത് അബ്ദുല്ല ഇബ്നു അബ്ബാസ്, നമുക്കറിയുന്ന ആ ഒരു 13 വയസ്സ് ഉള്ള ആ ഒരു കുട്ടി പറഞ്ഞു, ഇതാണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞിട്ട് ആ ഒരു ആയത്തിന്റെ തഫ്സീർ ഇങ്ങനെ പറഞ്ഞിരുന്നുണ്ട്. പക്ഷെ അത് പറയുന്നതിന്റെ മുന്നായിട്ട് ഈ കുട്ടി ചോദിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ അതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞോട്ടേന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നീ സെൽഫ് കോൺഫിഡന്റ് ആയിട്ട് പറയാ. കാരണം നീ ഒരിക്കലും നീ ചെറുതാണെന്ന് ഒരിക്കലും ഫീൽ ചെയ്യാൻ പാടില്ല. നിനക്കത് ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നീ പറയണം എന്നുള്ളത്. നീ നമുക്ക് പഠിപ്പിച്ച ഈ അമീറുൽ മുഅ്മിനീൻ നമുക്ക് പഠിപ്പിച്ച, നീ ഒരു കുട്ടിയാണെന്ന് വിചാരിക്കരുത്. നീ നമുക്ക് പഠിപ്പിച്ച ഈ സദസ്സിൽ ഇരിക്കുന്ന വലിയ വലിയ സഹാബാക്കൾക്ക് നീ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത്. അപ്പൊ ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് എന്താ ഉമർ റളിയല്ലാഹു അൻഹു കുട്ടികളിൽ കൊണ്ടുവരുന്നത്? കാരണം ഉമർ റളിയല്ലാഹുവിന് അറിയായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതായിരുന്നു ചെയ്തത് എന്നുള്ളത്. സെൽഫ് കോൺഫിഡൻസ്, അതായത് ഞാൻ ഒന്നുമല്ല എന്നുള്ള ഒരു ഫീലിംഗ് അല്ല, എനിക്ക് അറിയാം, എനിക്കും ചില കാര്യങ്ങൾ അറിയാം. ഇവിടെ രണ്ടാമത്തെ കാര്യം, ഉമർ റളിയല്ലാഹു അൻഹു ആ കുട്ടീനെ റെസ്പെക്ട് ചെയ്യുന്നതാണ്. അത്രയും വലിയ സദസ്സില് നീ മിണ്ടാതിരിക്കും, അങ്ങനെ പറയാതെ, നീ നമുക്ക് പഠിപ്പിച്ചതാ, നിനക്ക് അറിയുമെങ്കിൽ നീ നമുക്ക് പഠിപ്പിച്ചതാ, ഇതായിരുന്നു അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അപ്പൊ നമ്മൾ ഒരിക്കലും ഒരു കുട്ടീനെ ചെറുതായി, നമ്മൾ ഹൈറ്റ് ചെറുതാണ്, എല്ലാം ചെറുതാണ്, വയസ്സും ചെറുതാണ്, പക്ഷെ ആ കുട്ടി പല കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ എന്ന് പറയുന്ന പോലെ അവർക്ക് ബിരിയാണി വെക്കാനോ ചിക്കൻ മുറിക്കാനോ ഒന്നും അവർക്ക് അറിയില്ലായിരിക്കും, കത്തി യൂസ് ചെയ്യാനൊന്നും അറിയില്ലായിരിക്കും, പക്ഷെ അവർ പല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, പല രീതിയിൽ. അപ്പൊ അവരിൽ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പൊ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ, നീ ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഇത് കറക്റ്റ് ഉത്തരാണ് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഇനിയിപ്പം തെറ്റിയാലും പ്രശ്നമില്ല, മിസ്റ്റേക്ക് ആയാലും, കാരണം അതിലൂടെ നമ്മൾ പഠിക്കും എന്നുള്ളത്. പക്ഷെ അവരുടെ ആ ഒരു വോയിസ് പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. ആ ഒരു സെൽഫ് കോൺഫിഡൻസ് നമ്മൾ കുട്ടികളിൽ ശരിക്ക് കൊണ്ടുവരേണ്ട ഒരു സംഭവമാണ്. നീ മിണ്ടാതിരിക്കുക, നീ പറയല, നീ അത് ചെയ്യല എന്ന് പറയുന്നതിന്റെ പകരം, ഓക്കെ, നിനക്ക് എന്താണ് ഇതിനെ പറ്റിയിട്ട് തോന്നുന്നത്, എനിക്ക് എന്താണ്, അതായത് ഒരു വീട്ടിന്റെ ഉള്ളിൽ തന്നെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് കുട്ടികളോട് ചോദിക്കാം, ഓക്കെ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, എന്താണ് തോന്നുന്നത്, നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത്. കുട്ടികളോട് അങ്ങനെ ചെയ്താൽ ഓട്ടോമാറ്റിക് ആയിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്തും ആ ഒരു സെൽഫ് കോൺഫിഡൻസ് അവർക്ക് ഉണ്ടാവും. വേറൊന്നില് അടുത്തത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന എന്താന്ന് വെച്ചാല്, കുട്ടികളില് ഒരു ബിസിനസിന്റെ ആ ഒരു ഇത് കൊണ്ടുവരാന്നുള്ളതാണ്. അതായത് സൊസൈറ്റിയായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബിസിനസ് ആയിട്ടുള്ള ആ ട്രാൻസാക്ഷൻ, അതായത് വാങ്ങലും കൊടുക്കലും, ആ ഒരു സെല്ലിങ്ങും ബൈയും, അതില് കുട്ടികളെയും കൂടി ഉൾപ്പെടുത്തുക എന്നുള്ളത്. ഇത് നമ്മുടെ നാട്ടില് റെയർ ആണ് ഇങ്ങനെ ചെയ്യാൻ. നമ്മുടെ നാട്ടിൽ കുട്ടികളെ മറ്റും ബിസിനസ് ചെയ്യുന്ന, അയ്യോ ഇത്ര ചെറുതിലെ കുട്ടി ഇങ്ങനെ ബിസിനസ് ചെയ്യുന്നു. പക്ഷെ പുറം നാട്ടിലൊക്കെ ഇത് നോർമലായ കേസാണ്. ചെറിയ കുട്ടികളൊക്കെ പണിയെടുക്കുക എന്ന് പറയുന്നത്, പിസ്സ ഷോപ്പിലും അവിടെ ഇവിടെ ഒക്കെ പണിയെടുക്കുക എന്ന് പറയുന്നത് നോർമലാണ്. പക്ഷെ നമ്മുടെ നാട്ടില് അത് ഭയങ്കരമായിട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കല് റവ അബു അല എന്ന് പറയുന്ന ഒരു സഹാബി ഹദീസ് പറയുന്നുണ്ട്. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കല് മാർക്കറ്റിലൂടെ ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് അബ്ദുല്ല ഇബ്നു ജഅഫർ എന്താക്കുന്നതാണ്, ഒരു സാധനം ഇങ്ങനെ വിൽക്കുന്നതാണ്, ഒരു ബിസിനസ്, ചെറിയൊരു ബിസിനസ് ഇങ്ങനെ നടത്തുന്നതാണ്. അപ്പൊ ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, യാ അല്ലാഹ്, അബ്ദുല്ല ഇബ്നു ജഅഫറിന്റെ ഈ ബിസിനസ്സിന് നീ ബർക്കത്ത് കൊടുക്കണേ എന്നുള്ളത്.
ഇവിടെ നമുക്ക് എന്താ മനസ്സിലാക്കിയത്, ഈ കുട്ടി ഇത് കേട്ടോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ കുട്ടി കുറച്ചും കൂടി ഒരു അഭിമാനം ഫീൽ ചെയ്യൂലേ? ഓക്കെ, ഞാനൊരു ബിസിനസ് ഒക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ള ആ ഒരു ഫീലിംഗ് വരാൻ വേണ്ടി തുടങ്ങും. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കുട്ടി ഇങ്ങനെ ബിസിനസ് ചെയ്യുന്ന കണ്ടിട്ട് എന്താ ഇത്ര ചെറുതിലെ ബിസിനസ് ചെയ്യുന്നത്, എന്തിനാണ് ഇങ്ങനെ ആക്കുന്നു, അതൊന്നും പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് ആ കുട്ടീനെ കുറച്ചും കൂടി ആവേശം കൊടുത്തിട്ട് മാത്രമേ ഉള്ളൂ. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അറിയാം ഈ കുട്ടി കുറച്ചു കഴിഞ്ഞാൽ ഈ ഉമ്മത്തിന്റെ ലീഡർ ആവേണ്ടതാണ്, വലിയ ഒരു ആണ്, ശരിയായ ഒരു ആണാവേണ്ടതാണ് എന്നുള്ളത്. പിന്നെന്താണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് ചെറുതിലെ കുട്ടികളിലെ പൈസയുടെ വില, ആ വാല്യൂ കൊണ്ടുവരണമായിരുന്നു. എത്രത്തോളമാണ് പൈസന്റെ വില എന്ന് ആ കുട്ടിക്ക് മനസ്സിലാക്കി കൊടുക്കണമായിരുന്നു. മോർ ഇമ്പോർട്ടന്റ് എന്താന്ന് വെച്ചാൽ സൊസൈറ്റിയായിട്ട് ഇന്ററാക്ട് ചെയ്യുക എന്നുള്ളത്. നമ്മളൊരു ബിസിനസ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികളെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അവർ അത്രയും കൂടുതൽ ഇന്ററാക്ട് ചെയ്യൂലേ? ഒരു സാധനം വാങ്ങി അതിന്റെ ഒരു സാധനം കൊടുത്ത് അവർ എന്തെങ്കിലും ഇങ്ങോട്ട് ചോദ്യം ചോദിക്കും, കുട്ടികൾ എന്തെങ്കിലും അങ്ങോട്ട് ഉത്തരം പറയും. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് എന്താണ്, അവർ സൊസൈറ്റിയായിട്ട് ഇങ്ങനെ ഇന്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. ബിസിനസ്സിൽ മീൻസ് ഒരു പൈസ കൊടുത്തിട്ട് അവരോട് എന്തെങ്കിലും, അതായത് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഉമർ റളിയല്ലാഹുവിന്റെ മകൻ പറയുന്നുണ്ട്, എനിക്ക് ഒരിക്കലും എന്റെ ഉപ്പ ഒരു പൈസ തന്നിട്ട് ഒരു സാധനം വാങ്ങാൻ വേണ്ടി അയച്ചു, എന്നിട്ട് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ളത് കണക്കും കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങ് കൊടുത്തു, അപ്പം ആ സമയത്ത് എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ ഒരുപാട് നമുക്ക് റിസർച്ച് ചെയ്താൽ നമുക്ക് ഒരുപാട് ഇതിനെ പറ്റിയിട്ട് കാണാൻ പറ്റും. അപ്പം കുട്ടികളിലും പൈസന്റെ വാല്യൂ കുട്ടികളിൽ കൊണ്ടുവരാന്നുള്ളതും കുട്ടികളെ ആ ഒരു സൊസൈറ്റിയായിട്ട് ഇന്ററാക്ട് ചെയ്യാന്നുള്ളതും ഏറ്റവും നല്ലൊരു കാര്യമാണ്. പറ്റുമെങ്കിൽ കുട്ടികളെയും കൂട്ടിയിട്ട്, അതായത് ഈ ഉപ്പമാരൊക്കെ ബിസിനസ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഷോപ്പിൽ കുട്ടികളെയും കൂടി കൂട്ടിയിട്ട് പോവാ. അത് വലിയ അങ്ങനെ ഒരുപാട് ചെയ്യുന്ന കുട്ടികളുണ്ട്. ഓക്കെ, ഇതായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൊസൈറ്റിയിൽ ഇന്ററാക്ട് ചെയ്യുന്ന രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് ഒരു നല്ലൊരു എൻവിറോൺമെന്റ് ആക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഇതാണ് ലാസ്റ്റത്തെ ഫൈനൽ ആയിട്ടുള്ള കാര്യം. അതായത് എൻവിറോൺമെന്റും കൂടെ ഈ ലീഡർഷിപ്പും. അതായത് നമ്മളിപ്പം ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക, എന്നും ഈ കുട്ടി പല കാര്യങ്ങൾ കാണുന്നുണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, ഇപ്പം ഉപ്പാന്റെ കൂടെ പുറത്തേക്ക് പോകുന്നുണ്ട്, ഉപ്പ വേറൊരാളെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്, അത് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട്, പള്ളിയിലേക്ക് പോകുന്നുണ്ട്, എല്ലാം ഈ കുട്ടി ഉപ്പാന്റെ കൂടെ ചെയ്യുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആ കുട്ടിക്ക് ആ ഒരു എന്ത് ക്വാളിറ്റി വരും, ഒരു ലീഡർഷിപ്പ് എന്നുള്ളൊരു ക്വാളിറ്റി വരും, ആ ഒരു ഉമ്മത്തിന്റെ ലീഡർ ആവുക എന്നുള്ളൊരു ക്വാളിറ്റി വരും. അത് മാത്രമല്ല, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ഈ കുട്ടീനെ റെസ്പോൺസിബിൾ ആക്കുക. അതായത് ഒരു സംഭവം കൊടുത്തിട്ട് ഇത് നീയാണ് നോക്കേണ്ടത്, ഇത് നീയാണ് ചെയ്യേണ്ടത് എന്ന് പറയുമ്പം ഓട്ടോമാറ്റിക് ആയിട്ട് ആ കുട്ടിക്ക് ആ ഒരു ഫീലിംഗ് വരും, ഓക്കെ ഞാന് ഇതിന് എനിക്കിത് പറ്റും എന്നുള്ള ആ ഒരു ഫീലിംഗ് ആ കുട്ടിക്ക് വരും. ഓക്കെ, ലാസ്റ്റ് എന്ന് പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ്. അതായത് നല്ല കമ്പനി, നല്ല ഫ്രണ്ട്സ് എന്നുള്ളത്, അത് ശരിക്ക് കൊടുക്കുക എന്നുള്ളതാണ്. കാരണം ഇക്കാലത്തുള്ള അധിക കോഴ്സുകൾ എന്താണ്, പാരന്റിങ് കോഴ്സ് അതാണ് നമ്മൾ പൊതുവെ കേൾക്കുന്നുണ്ടാവുക. പക്ഷെ വലിയൊരു പാമ്പ് പുറത്ത് അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. വലിയൊരു പാമ്പ്, നമ്മളെ മക്കളെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു പാമ്പ് പുറത്ത് അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. ആരാണ് അത്? മോശമായ കൂട്ടുകെട്ടാണ്. അതായത് നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിട്ട് ട്രെയിൻ ചെയ്യിപ്പിച്ച് ഓരോരോ ബിൽഡിംഗ് ബ്ലോക്കും ഇങ്ങനെ സെറ്റാക്കി കൊണ്ടുവന്നിട്ട് ഇവർക്ക് മോശമായ കൂട്ടുകെട്ട് കിട്ടി. പ്രത്യേകിച്ചിട്ട് നമ്മൾ ആ ഇമോഷണൽ ബിൽഡിംഗ് ബ്ലോക്ക് പക്കയാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആ കുട്ടി പുറത്തേക്ക് പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഫ്രണ്ട് പറയുന്ന നിന്റെ ഉമ്മാക്കൊന്നും അറിയില്ല, നിന്റെ ഉമ്മ ഏത് കാലത്തുള്ളതാണെന്ന്. ഇക്കാലത്ത് ഇപ്പൊ ഇതാണ് ട്രെൻഡ്, ഇതാണ് ഫാഷൻ, ഇതാണ് ചെയ്യേണ്ടതെന്ന് പറയുമ്പം ആ കുട്ടി ഉമ്മയായിട്ട് ഉപ്പയായിട്ട് ആ ഒരു ഇമോഷണൽ ബിൽഡിംഗ് ബ്ലോക്ക് സ്ട്രോങ് അല്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് എന്താവും, ഈ ഒരു കൂട്ടുകെട്ട് കാരണം അഖീദ ആയിക്കോട്ടെ, ഈമാൻ ആയിക്കോട്ടെ, ഇബാദത്ത് ആയിക്കോട്ടെ, എല്ലാം താഴേക്ക് വീഴും. അപ്പം വലിയൊരിത്, കാരണം നമ്മൾ ചെറിയതിലെ കുട്ടികളിൽ മനസ്സിലാക്കി കൊടുക്കണം നല്ല കമ്പനി ആരാണ്, മോശം കമ്പനി ആരാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കി കൊടുക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെറുതിലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ ഫ്രണ്ടായി. കാരണം എന്ത് പറഞ്ഞാലും കുട്ടികൾ വിശ്വസിക്കും എന്നുള്ള ആ ഒരു രീതിയിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളെ കൊണ്ടുവന്നു. സെയിം നമ്മളും എന്ത് ചെയ്യണം, ആ ഒരു ഇമോഷണൽ ബിൽഡിംഗ് ബ്ലോക്ക് കുട്ടികളിൽ കൊണ്ടുവരണം. നമ്മൾ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആവുക കുട്ടീൻ്റെത്. അത്രയധികം ഫ്രണ്ട് ആയിട്ട് കുട്ടിക്ക് മനസ്സിലാകണം, ഓക്കെ എന്റെ ഉമ്മാക്ക് അറിയാം, എന്റെ ഉമ്മാക്ക് ഇക്കാലത്തെ നോളജ് ആയിക്കോട്ടെ പഴയ കാലത്തെ നോളജ് ആയിക്കോട്ടെ എല്ലാം എന്റെ ഉമ്മാക്ക് അറിയാം എന്നുള്ള ആ ഒരു ഫീലിംഗിൽ കുട്ടി ഉണ്ടായിരിക്കണം. എന്നാല് പുറത്ത്
പുറത്തേക്ക് പോയിട്ട് വേറൊരു ബാഡ് കമ്പനി കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ എന്ത് പറയുമ്പോൾ ഈ കുട്ടി വന്നിട്ട് വീട്ടിന്റെ ഉള്ളിൽ വന്നിട്ട് ഈ ഉമ്മാനോട് പറയും, എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇത് കറക്റ്റ് ആണോ ശരിയാണോ തെറ്റാണോ എന്ന് ചോദിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഇമോഷണൽ ബിൽഡിംഗ് ബ്ലോക്ക് കറക്റ്റും അല്ല, ശരിയായ നല്ലൊരു ഫ്രണ്ടും നമ്മളായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അവർ പുറത്തേക്ക് പോകുമ്പം ആ വലിയ സ്നേക്ക്, ആ ഒരു വലിയ എന്താ പറയാ മോശം കൂട്ടുകെട്ടിൽ ഏതെങ്കിലും ഒരാള് നമ്മുടെ മക്കളോട് ഒരു കാര്യം പറയുന്ന സമയത്ത് എല്ലാം തകരും. നമ്മൾ ഇത്രയും കാലം ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്ന എല്ലാം ഈ കാറ്റത്ത് പൊടി പാറുന്നത് പോലെ എല്ലാം പാറിപ്പോകും എന്നാ പറയുന്നത്. അപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും വർഷവും ഇത്രയും കാലവും എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു? ആ ഒരു ഫ്രണ്ട് എന്നുള്ള ആ ഒരു വേയും കൂടെ തന്നെ നല്ല കൂട്ടുകെട്ട് ആരാണ്, മോശം എന്താണെന്ന് ഒക്കെയും ചെറുതിലേ ആ കുട്ടിക്ക് മനസ്സിലാക്കി കൊടുത്തോണ്ടിരിക്കുന്നതായിരുന്നു. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇതാണ് നമ്മുടെ ഫൈനൽ ബ്ലോക്ക്, സോഷ്യൽ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പൊ തുടങ്ങുന്നത് സലാമോട് കൂടിയാണ്. കുട്ടികളിൽ സലാം പറയാന്നുള്ളത് അങ്ങേയറ്റം നമ്മൾ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് അവർ നമ്മൾ എവിടൊക്കെ പോകുന്നോ നമ്മുടെ കൂടെ അവരെയും കൂട്ടുക. സുഖമില്ലാത്ത ആൾക്കാരെ കാണാൻ പോകുന്നുണ്ടെങ്കിൽ അവിടേക്കും നമ്മളെ കുട്ടികളെ കൂട്ടുക, അവർ കാണട്ടെ. പക്ഷെ കാണുന്ന സമയത്ത് ഒരുപാട് നേരം അവിടെ നിൽക്കരുത്, വേഗം അവിടുന്ന് പോകാൻ വേണ്ടിയിട്ട് നോക്കുക. കുട്ടികളിൽ സെൽഫ് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുക. എത്രത്തോളം ആ കുട്ടിക്ക് സെൽഫ് കോൺഫിഡൻസ് കൊണ്ടുവരാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ കൊണ്ടുവരിക. എന്നാലും മാത്രമേ ആ കുട്ടികൾക്ക് പുറത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്തും അവർക്ക് ആ ഒരു ഫീലിംഗ് വരുള്ളൂ. പിന്നെന്താ, പറ്റുമെങ്കിൽ ബിസിനസിന്റെ കാര്യങ്ങളും അങ്ങനത്തെ ഈ പൈസയായിട്ട് ബന്ധപ്പെട്ടുള്ള ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ അവരെയും ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ നല്ല കമ്പനിയാണ്, അത് നമ്മൾ ശ്രദ്ധിക്കുക. ചെറുതിലേ നമ്മൾ കുട്ടികളിൽ പഠിപ്പിച്ചു കൊടുക്കുക, എന്താണ് നല്ല കമ്പനി, എന്താണ് ബാഡ് കമ്പനി എന്നൊക്കെ നമ്മൾ ശരിക്കും ചെറുതിലേ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എത്രയോ കുട്ടികൾ എന്നോട് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ആ ഫ്രണ്ടിനെ ഇഷ്ടമില്ല, കാരണം എൻ്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട് കുറ്റം പറയല്, വേറൊരാളെ കുറ്റം പറയല് മോശാന്നുള്ളത്. ആ ഫ്രണ്ട് വെറും മറ്റേ ഫ്രണ്ടിനെ പറ്റിയിട്ട് കുറ്റം പറയണം, അതുകൊണ്ട് ഞാൻ ഇനി ആ ഫ്രണ്ടിനെ കൂട്ടുകൂടില്ല എന്നുള്ളത് 7 വയസ്സുള്ള കുട്ടികൾ എന്നോട് വന്നിട്ട് പറഞ്ഞ കാര്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെറുതിലേ അത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, കാരണം ആ കുട്ടി എന്തും കൂടി കണ്ടിരിക്കണം, ആ കുട്ടിന്റെ ഉമ്മ മറ്റേയാളെ പറ്റിയിട്ട് കുറ്റം പറയുന്നത് കാണാൻ പാടില്ല. കൂടെ തന്നെ ആ കുട്ടിന്റെ ഉമ്മ അത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് നല്ല കമ്പനി, എന്താണ് ബാഡ് കമ്പനി എന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇതാണ് നമ്മുടെ സീരീസിന്റെ ലാസ്റ്റത്തെ ഫൈനൽ ബ്ലോക്ക്. അപ്പൊ ഇൻഷാ അല്ലാഹ് നാളെ മുതൽ നമ്മൾ ജസ്റ്റ് ഒരു കൺക്ലൂഷനോട് കൂടി ഇവിടെ നിർത്തുന്നതാണ്. ഇൻഷാ അല്ലാഹ് ജസാക്കുമുല്ലാഹ് ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.